അടുത്ത ദിവസം യേശുവിനെ ഒരു തൂണിൽ ബന്ധിച്ച് പടയാളികൾ ചാട്ട കൊണ്ട് അടിച്ചു. അയാളെ നോക്കൂ, നമുക്കെതിരെ നിൽക്കാൻ അവന് ധൈര്യമോ? ഇതാ പിടിച്ചോ, രാജാവിനൊരു ചുവന്ന അങ്കി. എന്നിട്ട് മുള്ളുകൾ കൊണ്ടൊരു കിരീടം യേശുവിന്റെ തലയിൽ വെച്ചു. ഈ രാജാവിനൊരു കിരീടം കൂടി ആവശ്യമാണല്ലോ. ഇതാ വെച്ചോളൂ, മുള്ളുകൾ കൊണ്ടൊരു കിരീടം. യഹൂദന്മാരുടെ രാജാവ് വാഴുക. എന്നിട്ടവർ വലിയൊരു മരക്കുരിശ് യേശുവിന്റെ തോളിൽ വെച്ചു കൊടുത്തിട്ട് കുരിശിൽ തറയ്ക്കാനായി ഗാഗുൽത്തയിലേക്ക് കൊണ്ടുപോയി. എന്റെ മോനെ, അയാളെ എഴുന്നേൽപ്പിക്കൂ, എണീക്കൂ. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവന്റെ കൈകൾ കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തി. എന്റെ മോനെ, അയ്യോ! ഉയർത്തി നിർത്തൂ. അവർ രണ്ടു കുറ്റവാളികളുടെ നടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു. യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു എന്ന് കുരിശിനു മുകളിൽ എഴുതി വെച്ചു. അവനെ നോക്കൂ, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, സ്വയം രക്ഷിക്കാൻ അറിയില്ല. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും സ്വയം ഇറങ്ങി വരിക. ഞങ്ങൾക്കെതിരെ നിൽക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നീ കണ്ടോ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒരു ഭടൻ ഞാങ്ങണയിൽ തുണി ചുറ്റി വിനാഗിരിയിൽ മുക്കി യേശുവിന് കുടിക്കുവാൻ കൊടുത്തു. യേശു അത് രുചിച്ചു നോക്കി. എല്ലാം പൂർത്തിയായി. പിതാവേ, നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞിട്ട് നസ്രായനായ യേശു അവസാന ശ്വാസം വലിച്ചു. അയാൾ സത്യമായും ദൈവപുത്രനായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് പൊറുക്കണമേ ദൈവമേ. എന്റെ മോനെ, എന്റെ മോനെ, ദൈവമേ. കുറച്ചു കഴിഞ്ഞ് ഭടന്മാർ യേശുവിന്റെ മുറിവ് കുത്തിനോക്കി അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തി. റോമാക്കാരുടെ തലവനായ പീലാത്തോസ് യേശുവിന്റെ ഭൗതിക ശരീരം കുരിശിൽ നിന്ന് ഇറക്കി അത് മറവ് ചെയ്യാനായി ബന്ധുക്കളെ ഏൽപ്പിക്കണമെന്ന് കൽപ്പിച്ചു. എന്റെ ദൈവമേ. അവർ യേശുവിന്റെ ശരീരം ഒരു കച്ചയിൽ പൊതിഞ്ഞു. സമീപത്തുള്ള ഒരു പുതിയ കല്ലറയിൽ അവന്റെ ശരീരം മറവു ചെയ്തു. യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുമെന്ന് ഭയന്ന റോമാക്കാർ കല്ലറയ്ക്ക് കാവൽ നിൽക്കുവാൻ ഭടന്മാരെ നിയോഗിച്ചു.